എല്ലാവരെയും വിളിക്കും. ഒന്നും തിരക്കാക്കേണ്ടത്, ഒരു തിരക്കുമില്ല. ഒന്നും തിരക്കാക്കണ്ട. വീട്ടിൽ കൂടുതലും വിളിക്കാം. അതിന് വരണം പാലുകാച്ചലും എത്രയും വേഗത്തിൽ. അതിനൊന്നും ഒരു നിങ്ങൾ ആരും തരണ്ട. നിങ്ങളെ ആരെയും ശമ്പളത്തിൽ തരണ്ട, ഞങ്ങൾ ഉണ്ടായിക്കോളും. അത് നിങ്ങളാരും അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഞങ്ങളെ ഫണ്ട് കളക്ഷനെ ഓർത്ത് നിങ്ങളാരും കരയണ്ട. തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ സജീവമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസവും മാധ്യമപ്രവർത്തകരോട് KPCC പ്രസിഡന്റ് ക്ഷുഭിതനായി സംസാരിക്കുന്നത് കണ്ടു. വയനാട്ടിൽ വീട് നിർമ്മിക്കാനുള്ള പണം മാധ്യമപ്രവർത്തകരുടെ ശമ്പളത്തിൽ നിന്ന് തരേണ്ട, ഞങ്ങളുടെ പിരിവിനെക്കുറിച്ചോർത്ത് നിങ്ങൾ കരയേണ്ട, ഇങ്ങനെയെല്ലാമുള്ള പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിരവധി മനുഷ്യരുടെ ശമ്പളത്തിന്റെ വിഹിതം ഉൾപ്പെടെയാണ് വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോൺഗ്രസ് പിരിച്ചെടുത്തത്. ആ പണം എവിടെ പോയി എന്ന ചോദ്യമാണ് കേരളം ആവർത്തിച്ച് കോൺഗ്രസിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി കോൺഗ്രസ് സമാഹരിച്ച പണം എന്ത് ചെയ്തു എന്നത് ഇതുവരെ കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിനായിട്ടില്ല. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല, വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന് ഒരു ഉദ്ദേശവുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. വയനാട്ടിലെ ദുരന്തബാധിതരെ മുൻനിർത്തി എത്ര പണം പിരിച്ചുവെന്നോ എവിടെ നിന്നൊക്കെ പിരിച്ചുവെന്നോ ഒരു കണക്കും കോൺഗ്രസ് നേതാക്കൾ വെളിപ്പെടുത്തുന്നില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ചുയരുമ്പോൾ അസഹിഷ്ണുതയോടെ പ്രതികരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പതിവ് ശീലമായിരിക്കുന്നു. ഗുരുതരമായ തട്ടിപ്പാണ് കോൺഗ്രസ് വയനാട് ഫണ്ടിൽ നടത്തിയിരിക്കുന്നത് എന്ന സംശയം പൊതുസമൂഹത്തിൽ ബലപ്പെട്ടിരിക്കുന്നു. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഇനി കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞത് ഇതേ KPCC പ്രസിഡന്റാണ്. പിരിച്ച പൈസയെല്ലാം തീർന്നുവെന്നും ഭൂമി വാങ്ങി ആപ്പ് നിർമ്മിച്ചു, അങ്ങനെ പണമെല്ലാം തീർന്നുവെന്ന അങ്ങേയറ്റം വിചിത്രമായ ന്യായം നിരത്തിയതും ഇദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് KPCCക്ക് 97 ലക്ഷം രൂപ അധികം ചെലവായി എന്നാണ് പറയുന്നത്. ആ പണം ദുരിതബാധിതർ നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമോ എന്തോ. കോൺഗ്രസിന്റെ വാദമനുസരിച്ച് 5.38 കോടിയാണ് അവർ പിരിച്ചത്. ഈ തുകയും യൂത്ത് കോൺഗ്രസിന്റെ 1,50,00,000 ചേർന്ന തുകയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആ പണമെല്ലാം തീർന്നുവെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. അദ്ദേഹം പറഞ്ഞ കണക്കുകളിൽ നിന്നാണ് കേരളീയ സമൂഹത്തിന് വലിയ സംശയങ്ങൾ ഉണ്ടായത്. ആ സംശയങ്ങൾ ചോദ്യങ്ങളായി വരുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഇത്തരം രോഷപ്രകടനങ്ങൾ കൊണ്ട് വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടാനാകുമോ? നിങ്ങളുടെ കണക്കിന് എന്താണ് വിശ്വാസ്യത? ദുരിതബാധിതരുടെ പേരിൽ എത്ര പണം കോൺഗ്രസ് പിരിച്ചു? വീട് വയ്ക്കാൻ പണമില്ലെങ്കിൽ പിന്നെ എന്തിനു വസ്തു വാങ്ങിയ ആളുകളെ പറ്റിച്ചു? സർക്കാർ പ്രഖ്യാപിച്ച വീട് വേണ്ടെന്ന് വെച്ച് കോൺഗ്രസിന്റെ വീടിനു വേണ്ടി കാത്തിരുന്ന മനുഷ്യരോട് കോൺഗ്രസ് ഇനി എന്തു പറയും? ഈ ചോദ്യങ്ങൾക്കെല്ലാം കോൺഗ്രസ് മറുപടി പറഞ്ഞേ മതിയാകൂ. പിരിച്ച പണത്തിന്റെ കണക്ക് ജനങ്ങളുടെ മുന്നിൽ പറയാൻ എന്തിനാണ് കോൺഗ്രസ് മടിക്കുന്നത്? കേരളം സമീപകാലത്ത് കണ്ട ഒരു മഹാദുരന്തത്തെ മറയാക്കി പണം പിരിക്കുകയും ആ പണം മുക്കുകയും ചെയ്ത കോൺഗ്രസ് എത്രമാത്രം മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നത് മലയാളികൾ ചിന്തിക്കണം. ദുരന്തങ്ങളെ, മരണങ്ങളെ ധനസമ്പാദനത്തിനുള്ള മാർഗമായി കാണുന്ന ഈ ഹീനമായ രാഷ്ട്രീയത്തെ തള്ളിക്കളയുക തന്നെ വേണം. നിങ്ങൾ എത്രമാത്രം അസഹിഷ്ണുത കാണിച്ചാലും ഈ ചോദ്യങ്ങൾ കേരളം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. വീടെവിടെ കോൺഗ്രസേ? വയനാടിനു വേണ്ടി പിരിച്ച പണം എവിടെ കോൺഗ്രസേ?